തോന്നുന്നില്ല. അത് അല്ല, സുരേഷ് ഗോപിയുടെ അഭിപ്രായങ്ങളായിരിക്കാം. അതല്ല, എനിക്ക് അങ്ങനെയല്ല. ഇത് ഈ ഇഷ്യൂ എന്ന് പറയുന്നുണ്ടല്ലോ, ഈ ശബരിമല ഇഷ്യൂ എന്ന് പറയുന്നതും ഈ ദുൽഖർ സൽമാൻ്റെയും മമ്മൂട്ടിയുടെയും വീട്ടിൽ റെയ്ഡ് നടത്തുന്നത് തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. മനസ്സിലായില്ലേ? അതൊന്നല്ല, അതും ഒരു ഇഷ്യൂ അല്ല. ശബരിമല ഇഷ്യൂ നിൽക്കുന്ന സമയത്ത് അതിൽ നിന്നും തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് മമ്മൂട്ടിയുടെ വീട്ടിലും ഇവരുടെ വീട്ടിലൊക്കെ റെയ്ഡ് നടത്തുമെന്ന് പറയുന്നത് ഇറ്റ്സ് നോൺസെൻസ് ആണ്. അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല അത്. കാരണം മീഡിയ അത്രയും ആൾക്കാരാണോ? എൻ്റെ ചോദ്യം അതാണ്. മീഡിയ എങ്ങനെ പറ്റുമോ? കാരണം വളരെ കത്തി നിൽക്കുന്ന വലിയൊരു സാംസ്കാരികമായി തന്നെ വലിയ മോശം നാണക്കേടും ഉണ്ടാക്കുന്ന ഒരു ഇഷ്യൂ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അത് നാടിന് പുറത്തുള്ള ആൾക്കാർക്ക് കളിയാക്കാൻ പറ്റുന്ന ഒരു സംഭവം, ഒരു കള്ളക്കടത്ത് ഉണ്ടായിട്ട് അതിനെ ഈ മമ്മൂട്ടിയുടെ വീട്ടിൽ റെയ്ഡ് അല്ലെങ്കിൽ ദുൽഖർ സൽമാൻ്റെ വീട്ടിൽ റെയ്ഡ് എന്ന് പറഞ്ഞിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് അതിൻ്റെ പിന്നാലെ പോകുന്നവരാണോ മീഡിയ? ഒരിക്കലുമില്ല, നെവർ. ഈ നപുംസകങ്ങൾ എന്നൊക്കെയുള്ള ചില പരാമർശങ്ങൾ കൂടി കേന്ദ്രമന്ത്രിയുടെ ഭാഗത്ത് വരുന്നുണ്ട്. അതൊക്കെ ഈ ആളുകൾക്ക് ഉപയോഗിക്കുന്നത് എത്രമാത്രം മോശമാണ്? എങ്ങനെയാണ് അതിനെ കാണുന്നത്? അയ്യോ, ഞാനിപ്പോൾ ആ ഒരു മേഖലയിലേക്ക് ഞാൻ പോകാൻ തയ്യാറല്ല. അത് അദ്ദേഹത്തിൻ്റെ ശൈലിയായിരിക്കാം, മനസ്സിലായില്ല. അത് അദ്ദേഹത്തിന് ശരിയാണ് തോന്നുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഞാൻ ആ ഒരു മേഖലയിലേക്ക് പോകാൻ തയ്യാറല്ല. അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്.